ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാർ കറുപ്പ് പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഉനൈസിനെ കാണാനാണ്. ഉനൈസിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇവരുടെ വീടാണ് ഇത്. കുമിളിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിപ്പെരിയാർ കറുപ്പ് പാലം കേട്ടോ. അപ്പോൾ ഇതാ ഹൈ റേഞ്ച് ഏരിയ ആണ് ഇവരുടെ വീട് എന്ന് പറഞ്ഞാൽ. ഇത് മുകളിലാണ്, റോഡിനോട് ചേർന്ന് മുകളിലാണ് ഉണ്ടാവുക. വണ്ടിയൊക്കെ ഇവിടെയാണ് പാർക്കിങ്ങൊക്കെ. താഴത്തോട്ട് ഇറങ്ങിയിട്ടാണ് വീട് കേട്ടോ. അപ്പോൾ ഉനൈസിന് ചെറിയൊരു മൈന്യൂട്ട് പക്വത കുറവുണ്ട്. വേറെ യാതൊരു പ്രശ്നമില്ല. ആൾ നല്ല സ്മാർട്ടാണ്. എല്ലാ ജോലിയും ചെയ്യും. ജോലി ചെയ്യുന്നതിനൊന്നും ഒരു മടിയുമില്ല. എല്ലാം അറിയാം. ചെറിയൊരു മൈന്യൂട്ട് പക്വത കുറവ്. ഇളയ മോനായതിൻ്റെ കൊഞ്ചിക്കൽ കൊണ്ടോ എന്താണെന്നറിയില്ല എന്ന് ഉമ്മ വരെ പറഞ്ഞത്. എക്സാമൊക്കെ ഒറ്റയ്ക്ക് എഴുതുകയൊക്കെ ചെയ്തതാണ്. നമുക്ക് അവനെ പരിചയപ്പെടാം. നല്ലൊരാലോചന വരണം. എത്രയും പെട്ടെന്ന് നല്ലൊരാലോചന കണ്ടെത്താൻ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ. ഓക്കെ. ഒരു വീട്ടിലേക്കുള്ള റോഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് കേട്ടോ വീടാണ് ഈ കാണുന്നത്. നൈസേ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖം. അപ്പോൾ ഇതാണ് കേട്ടോ ഉനൈസ്. ഉനൈസിൻ്റെ ഹൈറ്റ് വരുന്നത് 175 കേട്ടോ. ഉനൈസ് കാലിൽ എന്ത് പറ്റിയതാ? അത് പണിയുന്ന സമയത്ത് ഇറങ്ങിയപ്പോൾ ചെറുതായിട്ടൊന്ന് കുടയറ്റി വീണ. ഉനൈസ് കാറ്ററിങ്ങിൻ്റെ വർക്കാണല്ലേ? പാചകം, പെരിയാർ കാറ്ററിംഗ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ വൈറലാണ് വീഡിയോ. ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്. നാട്ടിൻപുറത്തൊക്കെ ഇപ്പോൾ വിളിക്കുന്നുണ്ട് അവർ. പെരിയാർ കാറ്ററിംഗ് അല്ലേ? അത് ശരി. അപ്പോൾ അതിൽ പാചക ഹെൽപ്പിംഗ് ആണല്ലേ? പാചക ഹെൽപ്പിംഗ്. പിന്നെ ഇവിടെ വന്നാൽ പിന്നെ ലീവ് ഉള്ളപ്പോൾ ചിലപ്പോൾ ഇലക്ട്രിക് വർക്കുണ്ട്. അത് അണ്ണനുണ്ട്, അത്താടഞ്ഞിൻ്റെ മോൻ്റെ കൂടെ ഇടയ്ക്ക് പോകും. ഇലക്ട്രിക് വർക്കിനും പോകും. മറ്റേത് ഇപ്പോൾ പോയാൽ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ടേ എത്തുള്ളൂ. അങ്ങനെ ഉണ്ടോ? എത്തുള്ളൂ. കാറ്ററിങ്ങിൻ്റെ പണി ഉണ്ടെങ്കിൽ പിന്നെ 3-4 ദിവസമൊക്കെ കൂടുതൽ നിൽക്കും. ശരി. ഇത് നല്ല ശമ്പളമുണ്ട്. വെറുതെ 5 മിനിറ്റ് നിൽക്കൂല അല്ലേ? ഇല്ല, റെസ്റ്റ് ഉണ്ട്, പിന്നെ പണിയുണ്ട്. നാട്ടിലെത്തിയാൽ പിന്നെ ഇലക്ട്രിക്കൽ വർക്കിനോ കാറ്ററിങ്ങിനോ ആള് ഷാറാണ്. പിന്നെ ഇവിടെ ഇരുന്നാലും പെട്ടെന്ന് വർക്ക് വന്നാലും ഉടനെ വിളിക്കും. നമ്മൾ വീണ്ടും നമ്മൾ കാറ്ററിങ്ങിലേക്ക് പോകും. അതെ. അപ്പോൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേക്കാ? ഇത് പിന്നെ അമ്മോനാണ് അല്ലേ? അതെ, ഉമ്മാൻ്റെ ആങ്ങളെയാണ് കേട്ടോ. ഇക്കാൻ്റെ പേരെന്താ? പേര് മുഹമ്മദ് കുട്ടി. ഇവിടെ ഇരുന്ന് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വൈക്കാ, ഉനൈസിന് ഇപ്പോൾ ചെറിയൊരു ഇതേ ഉള്ളൂ അല്ലേ? ചെറിയൊരു എന്ന് പറഞ്ഞാൽ ഇവന് അങ്ങനെ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയറാണ്. ആൾക്കാർക്ക് തോന്നുമ്പോഴത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് തോന്നില്ല. ആ ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറൊരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ സത്യസന്ധമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറയുന്നത്. അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരു ബുദ്ധിമുട്ടുമില്ല. കാര്യങ്ങളെല്ലാം ചെയ്യും. ഇവിടുത്തെ ഇലക്ട്രിക്കിൻ്റെ പണിയൊക്കെ ഹെൽപ്പിങ്ങും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹെൽപ്പല്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അവനാണ് ചെയ്യുന്നത്. മോട്ടറാണെങ്കിൽ പോലും ഞാനും ഒരു ഇലക്ട്രീഷ്യനാണ്. ഞാൻ ചെയ്യുന്നൊരു ഉഷാറായിട്ട് അവൻ ചെയ്യും. ഉണ്ട്. പിന്നെ കാറ്ററിംഗ് എല്ലാ വർക്കും ചെയ്യും. കാറ്ററിങ്ങിൻ്റെ വർക്കുണ്ട്. പിന്നെ വീട്ടിലും പറമ്പിലാണെങ്കിലും അവർ സ്വന്തം പറമ്പുണ്ട്, 1 ഏക്കർ പറമ്പുണ്ട്. പറമ്പിലാണെങ്കിലും മഴവെള്ളത്തിൽ പോയി അവൻ തന്നെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഒരു വെറുതെ ഇരിക്കുന്ന ഒരു സമ്പ്രദായം വളരെ കുറവാണ്. പറമ്പിൽ കയറിപ്പോയാൽ കാല് വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ പറമ്പിലൊക്കെ കയറിപ്പോയി ഒന്ന് കറങ്ങി തിരിഞ്ഞ് കറുപ്പാലൊക്കെ ഒന്ന് ഇറങ്ങി പള്ളിയിലൊക്കെ പോകും. ഉനൈസിന് എത്ര വയസ്സായി? 32 അല്ലേ? 32 വയസ്സിനടുത്തുണ്ട്. അതെ. നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നമില്ല. കാരണം ഇപ്പോൾ ഞങ്ങളിപ്പം ഏകദേശം ഒരു 4-5-6 വർഷത്തോളമായി നിനക്ക് കല്യാണം ആലോചിക്കും നമ്മൾ. അങ്ങനെ ഒന്നും വരാത്തതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ മുതിരാൻ കാരണം. അതെ. അപ്പോൾ നമുക്ക് ദൂരപരിധിയൊന്നും പ്രശ്നമില്ല. നമുക്കിപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഉമ്മ എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 5-6 വർഷമായി. 7 വർഷത്തോളമായി. 7 വർഷത്തോളമായി. അപ്പോൾ അവരെ നോക്കണം. അങ്ങനെയുള്ള ഒരു തീർച്ചയായും അവിടെ നമുക്ക് മെയിനായിട്ടുള്ള വിഷയമാണ്. അവർക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകരുത്, അത്രേ ഉള്ളൂ. ഇവരെത്ര മക്കളാ? ഇവർ മൊത്തം 4 മക്കളാണ്. 4 ആമക്കളാണ്. 3 പേര് ഷാർജയിൽ, 3 പേരും ഒരു കമ്പനി തന്നെയാണ്, ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. സ്കൂളിൽ ഒരാൾ ഇലക്ട്രീഷ്യനാണ്, ഒരാൾ അവിടുത്തെ സെക്യൂരിറ്റിയാണ്, ഒരാൾ മറ്റുള്ള വർക്കുകൾ പ്ലംബിങ് അങ്ങനെയുള്ള എല്ലാ വർക്കുകളും ചെയ്യുന്ന കാര്യങ്ങളാണ്. ശരി. അങ്ങനെ ആണ്. ഏറ്റവും ഇളയതാണ്. ഗൾഫിൽ പോകാൻ താല്പര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് പല പ്രാവശ്യം വിസ ഞാനൊക്കെ അവിടെ ഉള്ള സമയത്ത് തന്നെ കൊണ്ടുവന്ന് നോക്കിയിട്ട് നടന്നിട്ടില്ല. വരുന്നില്ല, പോകണമെന്ന് ഉദ്ദേശമല്ല. ഇവിടെ എന്തെങ്കിലും പണിയെടുത്ത് ഉമ്മാടോ ഫ്രീഡം കിട്ടും. നമ്മുടെ ഇവിടെ ഞാൻ വെച്ചിട്ട് ഫ്രീഡം കിട്ടും. കാറ്ററിംഗ് പണികളൊക്കെ പോവാ. അതെ. അല്ലാത്ത ഇരിക്കുക അല്ലെങ്കിൽ പറമ്പിൽ പോകും.
അപ്പോൾ തിരക്ക് ഇച്ചിരി കുറഞ്ഞാലുകൊണ്ട് 2 ദിവസം പിന്നെ കാലിൽ പരിക്ക് അത് കാരണോണ്ടാണ് വിളിക്കാത്തത്, അല്ലെങ്കിൽ അവർ വിളിച്ചത്. നമുക്ക് ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? ഇപ്പം 32 വയസ്സല്ലേ ആയത്, നമുക്കൊരു 26, 27, 28 വരെ 28 വരെയൊക്കെ നോക്കാം അല്ലേ? ഇക്കാ നമുക്ക് ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? കുഴപ്പമില്ല, ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ള ആളെ കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് നിനക്ക് കല്യാണാലോചന നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും വരുന്നുണ്ട്, ഇങ്ങനെ വന്നു പോകുന്നു, അങ്ങനെയുള്ളതല്ലാണ്ട് ഒന്നും ഇതുവരെ ഒന്നും ആയില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ള പ്രശ്നമില്ല ഇൻഷാ അല്ലാഹ്. അതെ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവൻ്റെ മൂത്തത് 3 പേരാണ്, അത് ആമക്കളാണ്. പിന്നെ ഇവർ മൊത്തം 4 പേരാണ്. അതിൽ ആമക്കൾ 4 പേരാണ്. അതിൽ ഇളയവനാണ് ഇവൻ. പിന്നെ അപ്പോൾ നമുക്ക് ഇപ്പോൾ പെങ്ങളെന്ന് പറയുന്നത് ഭർത്താവ് മരണപ്പെട്ടിട്ട് 6-7 വർഷത്തോളമായി. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവൾക്ക് ഒരു സഹായത്തിനാണ് ഇപ്പോൾ നമ്മൾ ഒരു സഹായം കാര്യങ്ങളും ഒരു ഹെൽപ്പും കാര്യങ്ങളുമാണ് വേണ്ടത്. അപ്പം ആ രീതിയിലൊരു ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടില്ല. അതെ, അതായത് പിന്നെ ചെറിയ രീതിയിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല ആയിരിക്കണം. കാരണം ചെറിയ മൈന്യൂട്ട് വിഷയമൊന്നും കുഴപ്പമില്ല, പക്ഷേ കുക്കിങ്ങും കാര്യങ്ങളും പിന്നെ ഉനൈസിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല സ്മാർട്ടായിട്ട്, ഉനൈസിന് നമുക്ക് സ്മാർട്ടായിട്ടുള്ള ഒരാൾ വരുമ്പോഴാണ് കുറച്ചുകൂടി അല്ലേ ഒന്ന് ഉഷാറാവുക. അപ്പോൾ ഓന് കുഴപ്പമില്ല, ആളൊക്കെയാണ്. പറമ്പിലെ കൃഷി ആയാലും ഒരു 5 മിനിറ്റ് വെറുതെ വെക്കാണ്ട് നല്ലോണം പൈസ ഉണ്ടാക്കുന്ന അധ്വാനിക്കുന്ന നല്ലൊരു ആക്റ്റീവായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ വയസ്സിൻ്റെ ഉള്ളിലുള്ള 28 വയസ്സിൻ്റെ ഉള്ളിലുള്ള ജില്ലയൊന്നും പ്രശ്നമില്ല, നല്ലൊരു പാർട്ട്ണർ ആവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് മലപ്പുറത്തുള്ള ഒരു കോള വരുന്നെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലേ? ഒരു കുഴപ്പമില്ല. ഞങ്ങൾ മലപ്പുറംകാരാണല്ലോ. അത് ശരി. ആ, ഇവിടെ ഉമ്മ വേങ്ങരയും വാപ്പ ചാപ്പനങ്ങാടിയാണ്. അത് ശരി. ഇവിടെ സെറ്റിൽഡ് ആയതാ അല്ലേ? ഇവിടെ വന്നാണ് ഇപ്പോൾ എല്ലാവരും വന്നാണ് അങ്ങോട്ട്. അത് ശരി. ഉനൈസിന് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടേ? നമുക്ക് അങ്ങനെയൊന്നുമില്ല, പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നാലും സന്തോഷം. അതെ, നമുക്ക് അങ്ങനെയുള്ളൂ. വീട്ടിൽ ഒരു സമാധാനമായിട്ടുള്ള രീതിയിൽ പോവുക. ഏതാ മാതാപിതാക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായല്ലേ. നമ്മുടെ കുടുംബക്കാർ ചോദിച്ചാലും പെട്ടെന്ന് ഓടി വന്നാലും പെട്ടെന്ന് മിണ്ടണം, മിണ്ടി ചായ അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ കുട്ടികളെയാണ്. കുഴപ്പമില്ല, നല്ല പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നാലും നമ്മൾ അൽഹംദുലില്ലാ സ്വീകരിക്കും. എന്ത് പക്വതക്കുറവുള്ള ഉനൈസിന് എനിക്ക് മനസ്സിലാവാത്ത അല്ലേ? അത്രയും കാര്യങ്ങൾ അത്രയും പിന്നെ സ്മാർട്ടായിട്ട് ഓരോന്ന് മനസ്സിലാക്കി പറയും, എല്ലാത്തിനും ഓക്കെയാണ്. പിന്നെ ഓരോരുത്തരുടെ രീതികളാണ്, ആ രീതികൾ കാണുമ്പോൾ തന്നെയല്ലോ അത്രയും സ്മാർട്ടായിട്ടുള്ള അടിപൊളി ചെറുപ്പക്കാരനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണം നല്ല അടിപൊളിയായിട്ട് നടത്തണം അല്ലേ ഉനൈസേ? അതെ 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 അതെ. അപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ കോളുകൾ വരുമ്പോൾ നല്ലപോലെ അന്വേഷിച്ച് ചെയ്യണം. പല ആൾക്കാർ പല സ്ഥലത്തു നിന്നാണ് വിളിക്കുക, അന്വേഷിച്ച് ചെയ്യുക. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല, അന്വേഷിച്ച് ചെയ്യാം കേട്ടോ. ഉനൈസ് എത്ര വരെയാണ് പഠിച്ചേ? നമ്മൾ +2 കഴിഞ്ഞു, പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് പോയി, പിന്നെ സപ്ലി ഉണ്ടായിരുന്നു, പിന്നെ എഴുതാൻ പോയില്ല. പിന്നെ അങ്ങനെ നമ്മൾ കാറ്ററിംഗ് പണി എല്ലാ ഫീൽഡിലും ഇറങ്ങി പണിയുന്നുണ്ട്. നമുക്കതൊന്നും കുഴപ്പമില്ല. എക്സാമൊക്കെ ഒറ്റയ്ക്കല്ല എഴുതിയത്? അതെ, ഒറ്റയ്ക്കാണ് എഴുതിയത്. പിന്നെ അത് കഴിഞ്ഞ് പണിക്ക് പോകാൻ നേരത്ത് പണിയില്ലെങ്കിൽ പിന്നെ വലിയ പാടാണ്. ഒന്നാതെ നമ്മുടെ കൈ അയൽക്കൂട്ടമുണ്ട്. അത് ശരി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന നല്ല ഉഷാറാണ്. അപ്പോൾ ഇൻഷാ അല്ലാ, അപ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണമൊക്കെ റെഡി ആവട്ടെ. വേറൊന്നും പറയാനില്ലല്ലോ ലൈക്ക? അതെ അതെ, ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിനകത്ത് കയറി വന്നത്. ഇൻഷാ അല്ലാ ദീനിയായ നല്ലൊരു പെൺകുട്ടി വരട്ടെ. അപ്പോൾ എന്നാൽ നിങ്ങൾ വിളിക്കട്ടോ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഉനൈസിൻ്റെ പിന്നെ അമ്മോനെന്നാണ് ഞങ്ങൾ പറയുക ഇവിടെ. മാമച്ചി മൂപ്പര് പറഞ്ഞേ കേട്ടല്ലോ, അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരാലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. അപ്പോൾ ഉനൈസിന് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ ഓനെ അങ്ങനെ ഒരു വിഷയവും ഇല്ല, പക്ഷേ എങ്കിൽ പോലും നമ്മളത് തുറന്ന് പറഞ്ഞത് നമ്മളെ ഈ പ്ലാറ്റ്ഫോമിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു നഖയില്ലാത്ത പ്രശ്നമാണെങ്കിൽ പോലും തുറന്ന് പറയണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് നമ്മളെല്ലാവരും. കാരണം അതൊക്കെ അറിഞ്ഞിട്ട് വരുന്ന പോലും മതി. പിന്നെ ഭാവിയിലോ നിങ്ങൾക്ക് ഈ നഖയില്ലേനോ അത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് ആരും പറയരുതല്ലോ. അപ്പോൾ എല്ലാ കാര്യം അറിഞ്ഞു വരുന്ന പോലെ നമുക്ക് വേണ്ടുള്ളൂ. അതുകൊണ്ട് പറയാണ്. പിന്നെ ആൾ സ്മാർട്ടാണ്, എല്ലാ ജോലിയും ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുമ്പോട്ട് വരിക. ചെറിയ മൈനോട്ട് വിഷയമൊന്നും അതും കുഴപ്പമില്ല. ഇവിടെ ഒരു സമാധാനപരമായിട്ടുള്ള നല്ലൊരു ലൈഫ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബാക്കി എല്ലാവരും അവരുടേതായ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിൽഡാണ്. അപ്പോൾ ഉമ്മ തന്നെയാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ ഉമ്മക്ക് ഒരു ഹെൽപ്ഫുള്ളും കാര്യമെല്ലാം ആയിട്ട്
ഈ വീടൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റിയ നല്ല സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടി എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. ജില്ല പ്രശ്നമില്ല, സാമ്പത്തികം ഒന്നും പ്രശ്നമില്ല. പാവപ്പെട്ട കുട്ടികളാണെങ്കിലും ഒക്കെ ഇവർ സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്കിവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം അത്രയും 1 മിനിറ്റ് പോലും വെറുതെ വെക്കാണ്ട് പണിക്ക് വന്ന ചെറുപ്പക്കാരനാണ് കേട്ടോ. അങ്ങനെ പ്യുവറായിട്ടുള്ള ഒരാളെയൊക്കെ കിട്ടാൻ പാടായിരിക്കും. ഇപ്പോൾ കാപട്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തേടി പോകുന്നതിനനുസരിച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ജീവിതത്തിൽ. പലരുടെയും ജീവിതം വലിയ വലിയ ലൈഫായിട്ട് പോയിട്ട് സക്സസ്ഫുള്ളൊന്നും അല്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഡിവോഴ്സ് കേസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ ഒരു കുറച്ച് ഇത് മാറ്റിയിട്ട് നമുക്കൊരു പ്യുവർ സ്നേഹം എന്നുള്ളൊരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും വിഷയമില്ല. അത് മാത്രമാണ് അടിസ്ഥാനം. വേറെ ഒന്നിലും ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നിനും പ്രാധാന്യമില്ല. സൗന്ദര്യത്തിന് പോലും അതില്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ല പാർട്ട്ണർ വരട്ടെ. ഇതിൽ കൊടുക്കുന്നുണ്ട് നമ്പറിൽ അനാവശ്യമായിട്ട് വിളിക്കരുത്. ഓക്കെ, അപ്പോൾ ശരി.